ഫോർ എക്സാമ്പിൾ an അഡ്വാൻസ് പ്രോബ്ലം അവർ അപ്രോച്ച് ചെയ്യാം, അതിനെ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം, ഒരു പുതിയ ചോദ്യം കാണുന്ന സമയത്ത് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യണം. മേ ബി ലൈക്ക് ഞാനിപ്പം കുറച്ച് സ്റ്റുഡൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യത്തെ തവണ അവർ വായിക്കുന്ന വിതൗട്ട് ഒരു തിങ്കിങ് പ്രോസസ്സും ഇല്ലാതെ ചുമ്മാ വായിച്ചു വിടും. പിന്നെ അവർ സീരിയസ്ലി ആ ചോദ്യം വായിക്കാന്ന് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യും. അപ്പൊ വീണ്ടും അവർക്ക് സമയം പോവാണ്. അപ്പം ഒരു പുതിയ പ്രോബ്ലം അവർ കാണുമ്പോൾ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം? എക്സാമിന്റെ സമയത്താണ് നമ്മൾ പുതിയ പ്രോബ്ലം കാണുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് ആ സമയത്ത്. അത് വി ആർ നോട്ട് ഷുവർ വെദർ വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ ഷുവറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ we may not be able to solve all the questions during advanced exams. Definitely nobody is scoring 100%. So there are some questions which need to be left out. മാറ്റി വെക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അഡ്വാൻസ്ഡിന് വരും. അതിന്റെ മുകളിൽ ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അറ്റംപ്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്നുള്ളതല്ല. പിന്നെയുള്ളത് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡിനൊക്കെ നമ്മൾ ചിലത് കാണുന്നത് ചിലപ്പോൾ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സ്, ചിലപ്പോൾ പാസേജ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കാണാറുണ്ട് നമ്മൾ. അതായത് ഇപ്പോൾ മുമ്പ് ന്യൂക്ലിയറിന് ലോസ് ആൻഡ് നമ്പർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വി ഡോണ്ട് യൂഷ്വലി സീ ദാറ്റ് ഇൻ NCERT ഓർ സിലബസ്. ബട്ട് ആ ഒരു പാസേജ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എക്സാംസിനൊക്കെ കാണുന്ന കോംപ്രഹെൻഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പാസേജിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ, ഡയറക്റ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്, ആ ഇക്വേഷൻസ് ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പം കാണാം അഡ്വാൻസ്ഡ് എക്സാംസിന്. അതിന്റെ തിയറി ചിലപ്പോൾ പാസേജ് ആയിട്ടൊക്കെ ചിലപ്പോൾ തരാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചില സമയങ്ങളിൽ വളരെ ഈസി ആയിട്ടാണ് വരുന്നത്. അല്ലെ, ഡയറക്റ്റ് ഒരു കോംപ്രഹെൻഷൻ വായിക്കുന്ന രീതിയിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്കുകളായിട്ട് കണക്ട് ചെയ്യാം. ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് അറ്റംപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സാം പ്രഷറിൽ നമുക്ക് അതിന്റെ മുകളിൽ തന്നെ കിടക്കാതെ അടുത്തതിലോട്ട് പോകാന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും.